ഈ വീട്ടില് കോർണേഴ്സിലൊക്കെ നമ്മൾ VP ബ്രിക്കാണ്. ഇവിടുത്തെ റൂഫിംഗ് വന്നിട്ടുള്ളത് പഴയ റൂംസ് ആണ് ഇവിടെ വരുന്നത്. നമ്മൾ താഴെ ബേ വിൻഡോ കണ്ടല്ലോ. നമസ്കാരം, ബോസ് ഗ്രീൻ ബിൽഡിംഗ് സൊല്യൂഷൻസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പോറോത്തും FB ബ്രിക്ക് ഉപയോഗിച്ച് പണി നടന്നുകൊണ്ടിരിക്കുന്ന തൃശ്ശൂർ കൊടുങ്ങല്ലൂർ അഞ്ചങ്ങാടിക്ക് അടുത്തുള്ള ഒരു വീടാണത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അകത്ത് കയറി നോക്കാം. മൊത്തം 1800 സ്ക്വയർ ഫീറ്റോളം ഏരിയ ആണ് 2 നിലകളിലായിട്ട് ഈ വീട്ടിൽ വരുന്നത് കേട്ടോ. FB ബ്രിക്ക് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. FB എന്ന് പറയുമ്പോൾ ഫേസിംഗ് ബ്രിക്സ്, അതായത് നമുക്ക് ഗ്രൂവ്സ് ഒന്നും ഉണ്ടാവില്ല, ലൈൻസ് ഒന്നും ഉണ്ടാവില്ല. നമ്മൾ പണിത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ക്ലേന്റെ ക്ലാഡിങ്സ് ഒക്കെ ഒട്ടിക്കില്ലേ, ആ ഒരു ഫീല് കിട്ടും. നല്ല സ്മൂത്ത് ഫിനിഷിങ്ങിൽ ഫിനിഷ് ചെയ്ത് കിട്ടും. അതാണ് FB ബ്രിക്കിന്റെ ഡിഫറൻസ്. നമുക്ക് അതിന്റെ ഹോൾസ് സൈഡിൽ നിന്നാണ് വരുന്നത്. നമുക്ക് HP ബ്രിക്ക് അഥവാ നമ്മുടെ ഹൊറിസോണ്ടലി പെർഫറേറ്റഡ് ബ്രിക്സ്, ആ ഒരു സ്റ്റൈലിൽ തന്നെയാണ് ഇതിന്റെ ഹോളും അതിന്റെ സ്ട്രെങ്ത്തും എല്ലാം വരുന്നത്. ഇതില് ഈ വീട് 2 നിലയായിട്ടാണ് ചെയ്യണത്. നമുക്ക് ഇതിന്റെ കംപ്രസീവ് സ്ട്രെങ്ത് 4 Nm² മുകളിലാണ് വരുന്നത്. അപ്പൊ നമുക്ക് ഇതുപോലെയുള്ള വീടുകളൊക്കെ നമുക്ക് വിത്തൗട്ട് പില്ലർ 2 നിലയിൽ നമുക്ക് ഈ ബ്രിക്കിൽ ചെയ്യാൻ പറ്റും. ഈ സൈറ്റിൽ അതുപോലെയാണ് ചെയ്തിരിക്കുന്നത്. തേക്കാത്ത രീതിയിലാണ് ഇവിടെ ഫിനിഷിങ് വരുന്നത്. നമുക്ക് ബോർഡേഴ്സിലൊക്കെ ചെറിയ തേപ്പ് വരുന്ന വർക്കാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ വീടിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ തൊട്ട് ബാക്കിൽ തന്നെ കനോലി കനാലാണ്. അപ്പൊ ഇങ്ങനെ ഈർപ്പൊക്കെയുള്ള കൂടുതലുള്ള ഏരിയയില്, ഇപ്പൊ കൊടുങ്ങല്ലൂർ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ തന്നെ മൊത്തത്തിൽ അങ്ങനത്തെ ഒരു ഏരിയ ആണ്. സ്പെസിഫിക്കലി ഈ വീടിന്റെ തൊട്ട് ബാക്കിൽ തന്നെ വെള്ളമാണ്. കനോലി കനാല് ജസ്റ്റ് നമ്മൾ ബാക്ക് സൈഡ് ഇറങ്ങുന്നത് തന്നെ അങ്ങോട്ടേക്കാണ്. അപ്പൊ അങ്ങനത്തെ ഒരു ഏരിയയിലാണെങ്കിലും നമ്മുടെ കളിമണ്ണിന്റെ പ്രൊഡക്റ്റ് ആണെന്ന് വിചാരിച്ചിട്ട് അതിനൊരു ഡാമേജ് ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല. നമ്മൾ അങ്ങനെ സജസ്റ്റ് ചെയ്ത് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ ആണ് നമ്മുടെ പോറോത്തും ബ്രിക്ക്. ഇതിൽ കോർണേഴ്സിലൊക്കെ നമ്മൾ VP ബ്രിക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്, വെർട്ടിക്കലി പെർഫറേറ്റഡ് ബ്രിക്സ്. അപ്പൊ അതാവുമ്പോൾ കോർണേഴ്സിൽ ഇങ്ങനെ സൈഡിൽ നിന്ന് ഹോൾ ഓപ്പൺ ആയിരിക്കുന്ന ഒരു ഫീലും ഉണ്ടായിരിക്കില്ല. അത് നമ്മൾ സെപ്പറേറ്റ് വർക്കും ചെയ്യണ്ട. പിന്നെ അതിന്റെ സ്ട്രെങ്ത് നോക്കുമ്പോൾ നമുക്ക് 10 Nm² മുകളിൽ അതിന്റെ സ്ട്രെങ്ത് വരുന്നത് VP ബ്രിക്കിന്റെ. അപ്പൊ നമുക്ക് കോർണേഴ്സിലൊക്കെ അത് വെക്കുമ്പോൾ ഒരു പില്ലർ എക്സ്ട്രാ കൊടുത്തൊരു എഫക്റ്റും നമുക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെയുള്ള കൺസ്ട്രക്ഷനിൽ തേക്കാതെ ചെയ്യുന്നതിൽ കൂടുതൽ അങ്ങനെ VP കോർണേഴ്സിൽ ഉപയോഗിക്കുന്നത് കാണാറുണ്ട്. അല്ലാതെയും ചെയ്യാം. ചിലവർക്ക് ആ VPയുടെ ലൈൻസിനോട് ചിലവർക്ക് വേണ്ട, ഈ ഒരു കണ്ടിന്യൂറ്റി കളയണ്ടെന്ന അഭിപ്രായമുള്ളവർ അത് നമുക്ക് അതിനും ഓപ്ഷൻസ് ഉണ്ട്. FB ബ്രിക്ക് തന്നെ കോർണറിൽ നമ്മൾ ക്രോസ് കട്ട് ചെയ്ത് വെക്കും. പല രീതിയിൽ 3-4 രീതിയിൽ നമുക്ക് അങ്ങനത്തെ കോർണേഴ്സ് ഫിനിഷ് ചെയ്യാൻ പറ്റും. ഈ വീട്ടിൽ പെർട്ടിക്കുലർലി VP ബ്രിക്ക് ആണ് കോർണറിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ റൂഫിംഗ് വന്നിട്ടുള്ളത് പഴയ ഓടാണ് കേട്ടോ. നമ്മുടെ കളിമണ്ണിന്റെ പഴയ ഓട് സ്റ്റീൽ ഫ്രെയിം ചെയ്തിരിക്കുകയാണ്. നല്ല ഹൈറ്റിലാണ് കൂച്ചം വന്ന് നിർത്തിയിട്ടുള്ളത്. നമുക്ക് ഇവിടെ നോക്കിയാൽ ശരിക്കും നന്നായിട്ട് കാണാൻ പറ്റും. പിന്നെ ഇതിന്റെ സൈഡിലൊക്കെയുള്ള ഭാഗങ്ങളിലും ഇങ്ങനെ ഓട് വിരിക്കുമ്പോൾ പ്രാവുകൾ അല്ലെങ്കിൽ ചെറിയ പ്രാണികൾ, ചെറിയ കിളികളൊക്കെ വരാനുള്ളൊരു ചാൻസസ് ഉണ്ടല്ലോ. അപ്പൊ അതിനായിട്ട് ഇവരിവിടെ ചെറിയ രീതിയിൽ നെറ്റൊക്കെ വെച്ച് ക്ലോസ് ചെയ്തിട്ടാണ്, അതൊരു അഭംഗിയാവാത്ത രീതിയിൽ ആ ഒരു കളറിനോട് അല്ലെങ്കിൽ ആ ഒരു സ്യൂട്ടബിൾ ആയ രീതിയിൽ ഇവിടെ ത്രൂ ഔട്ട് വെച്ചിട്ട് അടച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു പുറമേന്ന് കിളികളോ ഒന്നും വന്നിട്ടുള്ള ഒരു ബുദ്ധിമുട്ടും നമുക്ക് ഇങ്ങനെ ചെയ്താൽ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇവിടെ മുകളില് ഓടാണ്, പിന്നെ നമ്മുടെ പോറോത്തും ബ്രിക്കാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ ഉള്ളില് തീരെ ചൂടുണ്ടായിരിക്കില്ല. നല്ലൊരു ആംബിയൻസ് ആണ് ഇതിന്റെ ഉള്ളിൽ. ടെമ്പറേച്ചർ നല്ല എപ്പോഴും കുറവായിരിക്കും, ഒരു കൂളിംഗ് ഉണ്ടായിരിക്കും എപ്പോഴും ഈ വീടിന്റെ അകത്ത്. അത് ഈ ഒരു കോമ്പിനേഷൻ വരുമ്പോഴത്തെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. ഇപ്പൊ ഇവിടെ 1ാമത്തെ നില വാർത്തിരിക്കുകയാണ്. അതിന്റെ മുകളിൽ റൂഫ് വന്നിട്ടുള്ളത് ഇതുപോലെ ഓടാണ്. ഇവിടെ താഴത്തെ നിലയിൽ 2 ബെഡ്റൂമും ഒരു കിച്ചണും ഹാളും ഇങ്ങനെയാണ് പ്ലാൻ വരുന്നത്. ഞാൻ നിൽക്കുന്നത് ഒരു റൂമിന്റെ ഉള്ളിലാണ്. ഇവിടെ ബേ വിൻഡോ ഒക്കെ കണ്ടോ, നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വിൻഡോ ആണ് വന്നിരിക്കുന്നത്. ബേ വിൻഡോ ആണ്, നമുക്ക് ഇരിക്കാം. നല്ല വീതിയുണ്ട്, നല്ല നീളവും ഹൈറ്റിലൊക്കെയാണ് ഇവിടുത്തെ ജനലുകൾ വന്നിട്ടുള്ളത്. ഇനി ഇതിന്റെ ജനലുകളുടെ അഴികളാണെങ്കിലും ഇങ്ങനെ ഹൊറിസോണ്ടൽ മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പൊ അതൊരു ക്ലീനിങ് ഒക്കെ എളുപ്പമായിരിക്കും. എനിക്ക് കുറച്ച് സൗകര്യ കൂടുതലും ഭംഗി കൂടുതലായിട്ട് പല സൈറ്റുകളിലും ഫീൽ ചെയ്തിട്ടുള്ളതാണ് ഇങ്ങനത്തെ അഴികൾ വരുമ്പോൾ. അപ്പൊ ഇവിടെ ഇങ്ങനെയാണ് ഈ റൂമിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ബാത്റൂംസിൽ നമ്മളുടെ ബ്രിക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്നും കോമൺലി എല്ലാവരും ചോദിക്കാറുണ്ട്. അതാ ഈ വീട്ടിലും ബാത്റൂമിൽ ഈ ബ്രിക്ക് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മളിവിടെ കട്ട് ചെയ്ത് തേച്ചിട്ട് തന്നെയാണ് ബാത്റൂമിൽ നമ്മൾ എന്തായാലും ടൈലൊക്കെ ഒട്ടിക്കുമല്ലോ. അപ്പൊ നമ്മള് സാധാരണ ബാത്റൂംസിൽ ചെയ്യണ പോലെ തന്നെ പ്ലാസ്റ്റർ ചെയ്ത് വാട്ടർ പ്രൂഫിംഗ് ഒക്കെ ചെയ്തിട്ടാണ് നമ്മൾ ഫിനിഷ് ചെയ്യുക. അപ്പൊ ബാത്റൂംസിലും നമുക്ക് ഈ ബ്രിക്ക് തന്നെ, അല്ല അതിനു വേണ്ടി മാത്രം വേറെ ബ്രിക്ക് ഒന്നും ഇറക്കേണ്ട കാര്യം വരുന്നില്ല കേട്ടോ.
വീണ ബർഗറിന്റെ പോറോത്തും ബ്രിക്സ് വെച്ച് പണിയുന്ന വീടാണ് നമ്മളിപ്പോൾ കണ്ടത്. വീണ ബർഗർ എന്നുണ്ടെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ ബ്രിക്ക് മാനുഫാക്ചറിങ് കമ്പനിയാണ്, ക്ലേ പ്രൊഡക്റ്റ് മാനുഫാക്ചറിങ് കമ്പനിയാണ് വീണ ബർഗർ. ഓസ്ട്രിയൻ ബേസ്ഡ് ആയിട്ടുള്ള ലോകത്തിലെ ആകമാനം 30 രാജ്യങ്ങളിലായിട്ട് 200-ലധികം പ്ലാന്റുകളുള്ള അത്രയും എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള 206 വർഷം പഴക്കമുള്ള ഒരു ബ്രാൻഡാണ് വീണ ബർഗർ. അപ്പൊ ഇതുപോലത്തെ കട്ടകൾ നമ്മളുടെ നാട്ടില് പല പല സ്ഥലങ്ങളിൽ പല പേരുകളിലൊക്കെ ഉണ്ടാക്കുന്നത് കൊണ്ട് ഈ പോറോത്തോം കട്ട തന്നെ ഇന്ന സ്ഥലത്തെ പോറോത്തോം കട്ട, ഇന്ന സ്ഥലത്തെ പോറോത്തോം കട്ട എന്നൊക്കെ പറഞ്ഞിട്ട് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പക്ഷെ ശരിക്കും പറഞ്ഞ പോറോത്തോം എന്ന് പറഞ്ഞാൽ വീണ ബർഗറിന്റെ ബ്രിക്ക് വിങ്ങിന്റെ പേരാണ്. വീണ ബർഗറിന്റെ പ്രൊഡക്റ്റ് ആണ് പോറോത്തോം ബ്രിക്ക്. അപ്പൊ ഇത് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിൽ അല്ലെങ്കിൽ ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. അപ്പൊ ഈ പോറോത്തും ബ്രിക്കിൽ തന്നെ നമുക്ക് HP, VP, FB എന്നൊക്കെ പറഞ്ഞ പല തരം ബ്രിക്ക് ഉണ്ട്. 9 തരം ബ്രിക്ക് ഉണ്ട് നമുക്ക് പല സൈസിലും. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ആണ് ചെയ്യേണ്ടത്, അപ്പൊ പില്ലറിലൊക്കെയാണ് ചെറിയ തിക്നെസ് മതിയെങ്കിൽ അങ്ങനെയുണ്ട്. ഇനി നിങ്ങൾക്ക് നല്ല ലോഡ് ബെയറിംഗ് ആയിട്ട് 2 നിലയിൽ വലിയ സ്പാനുള്ള വീടാണ് ചെയ്യേണ്ടത്, നമുക്ക് അതിനനുസരിച്ചുള്ള ബ്രിക്ക് ഉണ്ട്. നിങ്ങളുടെ ആവശ്യം, ചുമരുപണിയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ ആവശ്യം, ലോഡ് ബെയറിംഗ്, നിങ്ങളുടെ റിക്വയർമെന്റ് എന്തും ആവട്ടെ, അതിനനുസരിച്ചുള്ള എല്ലാ രീതിയിലുള്ള ബ്രിക്കും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ പേര് ബോസ് ഗ്രീൻ ബിൽഡിംഗ് സൊല്യൂഷൻസ് എന്നാണ്. ഞങ്ങൾ തൃശ്ശൂർ ആൻഡ് പാലക്കാട് ജില്ലയിലെ ഈ കമ്പനിയുടെ സ്റ്റോക്കിസ്റ്റ് ആണ്. അപ്പൊ നമ്മുടെ കട്ട കണ്ട ഡിഫറൻസ് എങ്ങനെയാ മനസ്സിലാവാച്ച, ഇപ്പൊ ഇത് നമ്മളുടെ ബ്രിക്കാണ്, FB ബ്രിക്കാണ്. ഇതിനകത്ത് പോറോത്തോന്നും നമ്മുടെ കമ്പനി ലോഗോ ഉണ്ടായിരിക്കും, മാനുഫാക്ചറിങ് ഡേറ്റ്, ഈ കട്ടയുടെ സൈസ്, ഇതെല്ലാം ഇതിനകത്ത് ഇങ്ങനെ പ്രിന്റ് ചെയ്ത് വരും. ഇത് നമ്മളുടെ കട്ടയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. വേറെ ഇതുപോലെ നമ്മുടെ ഹുരിഡീസ് കട്ട എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നാട്ടിൽ ഒരുപാട് ബ്രിക്സ് ഉണ്ടല്ലോ, അതിനകത്തൊന്നും ഇങ്ങനെ നമ്മളുടെ ബ്രാൻഡ് ഇത് തന്നെയാണോ നിങ്ങളിപ്പോൾ ഞങ്ങളുടെ അല്ലാത്ത വേറെ ഡിസ്ട്രിക്ട്സ് ഒക്കെയാണ് എവിടെയെങ്കിലും പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളിത് ശ്രദ്ധിക്കണം. പലതരം പല മെറ്റീരിയൽസ് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയതുകൊണ്ടാണ് നമ്മളിങ്ങനെ എടുത്തു പറയുന്നത് കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് ബ്രിക്കിന്റെ ഡീറ്റെയിൽസ്. ഇത് വെച്ച് നിങ്ങൾ വീട് പണിയുമ്പോഴത്തെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ചൂട് കുറവ് എന്നുള്ളതാണ്. പിന്നെ ഇതിന്റെ ഡ്യൂറബിലിറ്റി, ഇതിൽ ചെതല് അങ്ങനത്തെ പ്രശ്നങ്ങൾ, ഡാമേജ് ഇഷ്യൂസ് ഒന്നും ഇതിനകത്ത് വരില്ല. ഇത് കംപ്ലീറ്റ്ലി ഓട്ടോമാറ്റിക് ആയിട്ടുള്ള പ്ലാന്റിൽ 6 മണിക്കൂറോളം പ്യുവർ ആയിട്ടുള്ള കളിമണ്ണ് വെന്ത് വരുന്ന ഫയർ ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ അത്യാവശ്യം പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസ് എല്ലാം മനസ്സിലായില്ലേ? കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് അറിയണം, ഇതിന്റെ വർക്ക്മാൻഷിപ്പും ലേബറും കോസ്റ്റും കാര്യങ്ങളൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കാം കേട്ടോ. ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.